ഓൺലൈൻ മണി മേക്കിംഗ്, ഓൺലൈൻ ജോബ്സ്, ഒരുപാട് എൻക്വയറീസ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് ഓൺലൈൻ ത്രൂ നമുക്ക് എന്തെങ്കിലും ജോബ്സ് ചെയ്തിട്ട് നല്ല ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റുക? ഇതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട്. നമ്മൾ മുമ്പ് ഒരു 2-3 വീഡിയോസുകൾ ഓൺലൈൻ ജോബ്സിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് അത് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഓൺലൈൻ പ്രഡിക്ഷൻ ഗെയിമിനെ കുറിച്ചാണ്. ഈ പ്രഡിക്ഷൻ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. ചെറിയ ഏർണിങ്സ് ഒന്നും അല്ല. നമ്മൾ മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു വീക്ക്ലി വർക്ക് ചെയ്താൽ 1000 രൂപ 2000 രൂപ ഒക്കെ കിട്ടുന്ന സിസ്റ്റത്തെ കുറിച്ചായിരുന്നു. പക്ഷേ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ ഒരു 30 രൂപ നമ്മളെ കയ്യിൽ ഉണ്ടെങ്കിൽ ഈ 30 രൂപ വെച്ചിട്ട് നമുക്ക് നല്ല ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ, അതായത് ഒരു വെബ്സൈറ്റിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു കൊറോണ കാലഘട്ടം സ്റ്റാർട്ട് ചെയ്ത് ഒരുപാട് ആളുകൾ വലിയ പ്രതിസന്ധിയിലാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ ലോക്ക്ഡൗൺ കഴിഞ്ഞ്, രണ്ടാമത്തെ ലോക്ക്ഡൗൺ കഴിഞ്ഞ്, മൂന്നാമത്തേത് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സിറ്റുവേഷൻ ആയ സമയത്ത് എല്ലാവർക്കും ഓൺലൈൻ ജോബിനെ കുറിച്ച് പല ആളുകളും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. യൂട്യൂബിൽ തന്നെ നമ്മൾ സെർച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സെർച്ച് മലയാളീസിന്റെ ഭാഗത്തു നിന്ന് വരുന്നത് ഓൺലൈൻ മണി മേക്കിംഗ് എന്നതിനെ കുറിച്ചാണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓൺലൈൻ മണി മേക്കിങ്ങിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സെഷനെ കുറിച്ചാണ്. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾ അവസാനം വരെ കണ്ടു തീർക്കുന്നതിലൂടെ ഇന്ന് ഞാനൊരു വെബ്സൈറ്റ് പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ വെബ്സൈറ്റ് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു ഏർണിങ്സ് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ്. പല വെബ്സൈറ്റുകളും ഫ്രോഡ് ആയിട്ടുള്ളത് പലതും ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ടീം എന്നെ പ്രൊമോഷന് വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കോൺടാക്ട് ചെയ്ത സമയത്ത് നോർമലി പ്രൊമോഷൻസ് ഒന്നും ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റിസൾട്ട് എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളത് നമ്മളെ ടീം മെമ്പർ ആയിട്ടുള്ള ഒരാളെ അതിനായിട്ട് ഏൽപ്പിക്കുകയും അദ്ദേഹം അതിൽ വർക്കൗട്ട് ചെയ്ത് ചെക്ക് ചെയ്യുകയും ചെയ്തു. ഇതിൻ്റെ റിസൾട്ട് എങ്ങനെ കിട്ടുന്നുണ്ട്, അതിൽ നമ്മൾ പ്രഡിക്ഷൻ, ഒരു ഗെയിമാണ്, ഒരു പ്രഡിക്ഷൻ ഗെയിം. അതായത് ഒരു നമ്പറുകൾ, ആ കാര്യങ്ങളൊക്കെ ഒരു 2 മിനിറ്റ്സിൻ്റെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വിഷയം അവസാന ഭാഗത്തായിട്ട് കറക്റ്റായിട്ട് എങ്ങനെയാണ് നമ്മൾ പ്രഡിക്ഷൻ ചെയ്യേണ്ടത്, പ്രഡിക്ഷൻ ചെയ്താൽ എങ്ങനെ ഏർണിങ്സ് ഉണ്ടാക്കുക എന്നുള്ള ട്രിക്ക്, ഈ വിഷയങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ടീമിലുള്ള ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവന് ചെക്ക് ചെയ്തിട്ട് റിസൾട്ട് കിട്ടി എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് നമുക്ക് മണി ഈ ഒരു ആപ്ലിക്കേഷൻ ത്രൂ കിട്ടി എന്നുള്ളത് തെളിവ് സഹിതം കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഈ ഒരു വെബ്സൈറ്റിനെ പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു വെബ്സൈറ്റ് ത്രൂ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ 30 രൂപ മാത്രം മതി സ്റ്റാർട്ടിംഗ് ലെവലിൽ നിങ്ങൾ ചെയ്യാൻ വേണ്ടത്. ഈ 30 രൂപ വെച്ചിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നല്ലൊരു ഏർണിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ വെബ്സൈറ്റിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഈ ഒരു വെബ്സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കിംഗ് ഡേയ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് എല്ലാ ദിവസവും എല്ലാ സമയത്തും നമുക്ക് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രഡിക്ഷൻ ചെയ്യാൻ പറ്റില്ല. ഈ ഒരു വെബ്സൈറ്റിൽ തിങ്കൾ മുതൽ ശനി വരെയുള്ള എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ഉള്ള സമയങ്ങളിലായിരിക്കും ഈ പ്രഡിക്ഷൻ ഗെയിം നടക്കുന്നുണ്ടാവുക. അതുപോലെ തന്നെ പ്രഡിക്ഷൻ എന്നുള്ളത് കേൾക്കുമ്പോൾ ഇത് തനി ഉടായ്പാണ് എന്ന് പറയുന്നുണ്ടാകും. പക്ഷെ ഞാൻ പറയുന്നത് തരാം, ഈ പ്രഡിക്ഷൻ എന്നുള്ളതിന് ഈ കമ്പനി തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ കമ്പനി എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഇവരുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നമുക്ക് ജോയിൻ ചെയ്യാനുള്ള എൻട്രി ഇവർ തരുന്നുണ്ട്. ഞാൻ അതിൻ്റെയൊക്കെ ലിങ്കുകൾ താഴെ കൊടുക്കുന്നുണ്ട്. ഏത് ലിങ്കാണ് ക്ലിക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് കറക്റ്റായിട്ട് ഞാൻ വീഡിയോയുടെ അവസാനം ആകുമ്പോഴേക്ക് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രഡിക്ഷൻ ആപ്ലിക്കേഷനിൽ പ്രഡിക്ഷൻ ചെയ്യേണ്ടത് ഏതൊക്കെ നമ്പേഴ്സ് നമ്മൾ പ്രഡിക്റ്റ് ചെയ്താലാണ് ഏർണിങ്സ് കിട്ടാൻ സാധ്യത എന്നുള്ളതൊക്കെ ഇവർ കറക്റ്റായിട്ട് കാണിച്ചു തരും. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളോട് ഞാൻ പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ വലിയ എമൗണ്ടുകളൊന്നും വെച്ചിട്ട് ഒരാളും പ്രഡിക്ഷൻ ആദ്യം തന്നെ ചെയ്യാൻ പോകരുത്. കാരണം ഈ ഒരു വെബ്സൈറ്റ് എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം തന്നെ നമുക്ക് പരിചയിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ ഒരു 30 റുപ്പീസ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. 30 റുപ്പീസ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ ശേഷം കൂടുതൽ ഏർണിങ്സിലേക്ക് എത്തിക്കേണ്ടതാണ്. ഞാൻ അങ്ങനെ ചെറിയ റുപ്പീസ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം നമ്മൾ 1000 2000 ആ റേഞ്ചിലൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്, റിസൾട്ട് കിട്ടുന്നുണ്ട്. ഞാൻ ചെയ്യുന്നത് എന്നതിൻ്റെ അർത്ഥം നമ്മളുടെ ടീമിലുള്ള ഒരാളെയാണ് ഇതിനെ ഞാൻ ഏൽപ്പിച്ചിട്ടുള്ളത്. അവരെയാണ് ഇത് വർക്കൗട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ റിസൾട്ട് കിട്ടി. അതിന് ശേഷമാണ് ഞാൻ ചെയ്ത് നോക്കിയിട്ടുള്ളത്. എന്തായാലും റിസൾട്ട് കിട്ടിയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ കറക്റ്റായിട്ട് നിങ്ങളെ ഈ ഒരു വെബ്സൈറ്റിനെ കുറിച്ച് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ ആളുകളുടെ ഡൗട്ട്സ് ഉണ്ടാവാറെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ വെബ്സൈറ്റുകളിലൊക്കെ നമ്മൾ ഏർണിങ്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഡാഷ്ബോർഡിൽ എമൗണ്ട് കിടക്കുന്നുണ്ടാവും. പക്ഷേ ഇതെങ്ങനെയാണ് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുക എന്നുള്ള ഡൗട്ട് ഉണ്ടാവാറുണ്ട്. ഈ വെബ്സൈറ്റിന്റെ കേസിൽ ഒരു പ്രശ്നവും ഇല്ല. ഈ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് വിഡ്രോവലിനുള്ള സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ ബാങ്കിലേക്ക് വിഡ്രോവൽ കിട്ടുന്നതാണ്. ഈ വിഡ്രോവൽ എല്ലാ ദിവസവും എല്ലാ സമയത്തും അവൈലബിൾ അല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വർക്കിംഗ് ടൈം ആയിട്ടുള്ള എല്ലാ ദിവസവും 10 മണി മുതൽ 5 മണി വരെ, എക്സെപ്റ്റ് സൺഡേസ്. സൺഡേസുകളിൽ ഈ ആപ്ലിക്കേഷനിൽ ഈ വർക്കുകൾ കാര്യങ്ങൾ ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല എന്നുള്ളതാണ് ഇതിന്റെ സിസ്റ്റം വരുന്നത്. എങ്ങനെയായാലും കറക്റ്റ് സ്ക്രീൻ റെക്കോർഡ് സഹിതം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്
എങ്ങനെയാണ് ഇതിൻ്റെ പ്രഡിക്ഷൻ നമ്മൾ ചെയ്യേണ്ടത്, അതുപോലെ ഈ കമ്പനിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ എങ്ങനെ ജോയിൻ ചെയ്യണം, ഇത് ജോയിൻ ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മെത്തേഡുകൾ എന്തൊക്കെയാണെന്നുള്ളത് കറക്റ്റ് കാണിച്ചു തരാം. ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു ഏണിങ്സ് നിങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. തീർച്ചയായിട്ടും മുമ്പത്തെ വീഡിയോസിലൊക്കെ നല്ല ഫീഡ്ബാക്ക് തന്നതുപോലെ തന്നെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഫീഡ്ബാക്ക്സ് രേഖപ്പെടുത്താൻ പറ്റുന്നതാണ്. ഈ ഒരു ചാനലിലൂടെ നമ്മൾ യൂട്യൂബ് റിലേറ്റ് ചെയ്തിട്ടുള്ള ടിപ്സ്, അതുപോലെ തന്നെ ഓൺലൈൻ മണി മേക്കിംഗ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഡിജിറ്റൽ സൈഡ് ആയിട്ടുള്ള എല്ലാ സെക്ഷൻസും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് വരാറുള്ളത്. ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ നല്ലൊരു കമൻറ്റ് നിങ്ങൾ കമൻറ്റായും രേഖപ്പെടുത്തുക. എനിവേ നമുക്ക് സ്ക്രീൻ റെക്കോർഡ് സഹിതം കറക്റ്റായിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അങ്ങനെ നമ്മൾ ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ലിങ്ക് ഓപ്പൺ ചെയ്യുക. ലിങ്ക് wealthclub9.com എന്നുള്ളതാണ് ഈ വെബ്സൈറ്റിൻ്റെ പേര്. അപ്പോൾ നമ്മൾ ഈ വെബ്സൈറ്റ് ആദ്യം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഈ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നുണ്ടാവുക. അവിടെ സൈൻ ഇൻ അതുപോലെ രജിസ്റ്റർ എന്നുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അവിടെ നമ്മൾ രജിസ്റ്റർ കൊടുക്കുന്നത്. രജിസ്റ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കാനുണ്ടാവും. ഫോൺ നമ്പർ കൊടുക്കുക. അതിന് ശേഷം പാസ്വേഡ് കൊടുക്കാനുണ്ടാവും. പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 പ്രാവശ്യം പാസ്വേഡ് കൊടുക്കുക. അത് നിങ്ങളുടെ സെക്യൂരിറ്റി അനുസരിച്ചുള്ള പാസ്വേഡുകൾ കൊടുക്കാവുന്നതാണ്. അതിന് ശേഷം OTP നമുക്ക് വരും. അതായത് നമ്മൾ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട്. ഈ ഫോൺ നമ്പറിലേക്ക് OTP കൊടുക്കും. ആ OTP നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ റഫറൽ ആയിട്ടുള്ള വ്യക്തി ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ റഫറലിൻ്റെതാണ്. അപ്പോൾ ഞാൻ ഇടയിൽ വേറൊരു കാര്യം കൂടി സൂചിപ്പിക്കാം. റഫറൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ഒരു രൂപത്തിൽ നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആരെങ്കിലുമൊക്കെ ആളുകൾ ഉണ്ടെങ്കിൽ അവരൊക്കെ നമുക്ക് റഫർ ചെയ്തിട്ട് അവർ ഇതിൽ ജോയിൻ ചെയ്തിട്ട് അവരും ഇതേപോലെ പ്രഡിക്ഷൻ ഗെയിമിലേക്ക് ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതിലൂടെയും ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അങ്ങനെ നമ്മൾ ആദ്യത്തിൽ രജിസ്റ്റർ കൊടുക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. രജിസ്ട്രേഷൻ ചെയ്യുന്നതിൻ്റെ ഇടയിൽ മറ്റൊരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്, ഫസ്റ്റ് നിങ്ങൾ ഇപ്പം തന്നെ ഞാൻ ഈ രജിസ്ട്രേഷൻ കാണിച്ചു തന്ന സമയത്ത് തന്നെ നേരെ പോയിട്ട് വെബ്സൈറ്റിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ പോകരുത്. നിങ്ങൾ ഫസ്റ്റ് ഞാൻ കാണിക്കുന്ന ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണുക. അത് കണ്ടതിന് ശേഷം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇതിനുള്ള ലോഗിൻ ചെയ്യാനും അതുപോലെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യേണ്ടതും പ്രഡിക്ഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതും എല്ലാം. അല്ലാതെ നിങ്ങൾ ഒറ്റയടിക്ക് ഞാനിത് കാണിക്കുമ്പോഴേക്ക് നേരെ അതിലേക്ക് എൻ്റർ ചെയ്തിട്ട് അവസാനം ക്യാഷ് പോയി എന്നുള്ളൊരു പ്രയാസം വരരുത്. അതുകൊണ്ടാണ് ഇത് ഏറ്റവും സിമ്പിൾ മെത്തേഡാണ് ഈ ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഗൈഡൻസ് ഞാൻ തരുന്നുണ്ട്. ആ ഗൈഡൻസ് നിങ്ങൾ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എനിവേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ അതുപോലെ ചെയ്യുക. ഇത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് മനസ്സിലാക്കിയ ശേഷം മാത്രം നിങ്ങൾ ഇതിലേക്ക് എൻ്റർ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. സിമ്പിളാണ്. ഞാനിത് ഒന്ന് പറഞ്ഞു എന്ന് കരുതിയിട്ട് ആരും പേടിക്കേണ്ട ആവശ്യമില്ല. സിമ്പിളാണ്. പക്ഷേ വീഡിയോ ആദ്യത്തിൽ മുഴുവനായിട്ട് കാണുക. കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം വർക്കൗട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഇൻ്റർഫേസിനെ ഓപ്പൺ ചെയ്തിട്ട് മൈൻ എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഇപ്പോൾ റീചാർജ് ഞാൻ കാണിച്ചുതരാം. റീചാർജ് കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് ഈ എമൗണ്ട് നമ്മൾ വിഡ്രോ ചെയ്യുന്നതും ഈ വിഡ്രോ ചെയ്തിട്ട് എൻ്റെ അക്കൗണ്ട് കയറിയതിന് ഞാൻ സ്ക്രീൻഷോട്ട് ഞാൻ കാണിച്ചു തരാം. അതിലൂടെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നതാണ്. എനിവേ നമ്മൾ ഫസ്റ്റ് ഈ മൈനിൽ സെക്ഷനിൽ വരുന്നത് മൈ വാലറ്റ് എടുക്കുന്നത്. മൈ വാലറ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ റീചാർജ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അവിടെ നമുക്ക് എത്രയാണോ എമൗണ്ട് വേണ്ടത്, മൈ ബാലൻസ് അവിടെ ഉണ്ട്. അവിടെ നമുക്ക് എമൗണ്ട് എത്രയാണോ വേണ്ടത്, എത്രയാണ് എന്നുള്ളത് കൊടുക്കുക. നെയിം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു, നമ്പർ കൊടുക്കുന്നു, നമ്മളെ ഇമെയിൽ ID കൊടുക്കുന്നു. അതിനുശേഷം നേരെ നമുക്ക് റീചാർജ് മെത്തേഡ് ഉണ്ട്. മെത്തേഡ് കൊടുക്കുക, നമ്മൾ റീചാർജ് ചെയ്യുക എന്നുള്ളതാണ്. ഏറ്റവും സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്നുള്ളത്. ഇത് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഇതിൻ്റെ വാലറ്റിലേക്ക് എമൗണ്ട് കയറിയിട്ടുണ്ടാവും. ഗൂഗിൾ പേ ത്രൂ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇത് നേരെ ചെയ്ത് 2000 രൂപ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ 2000 രൂപ ആഡ് ചെയ്തിട്ടുള്ളത് ഇപ്പം വെബ്സൈറ്റിൽ റിഫ്ലക്റ്റ് ആയിട്ട് കാണിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ ബെനിഫിറ്റ്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളുടെ ഈ വെബ്സൈറ്റ് ആദ്യത്തിൽ നമുക്ക് സൈൻ ഇൻ ചെയ്ത് ലോഗിൻ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഓപ്പൺ ആയി വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾക്ക് ചെയ്യാനുള്ളത്, ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്നത്, ഫസ്റ്റ് ഇവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ ജോയിൻ ചെയ്യണം. ഇതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ നമുക്ക് ഡെയിലി അപ്ഡേറ്റ്സ് ആയിട്ട് ഏതാണ് പ്രൊഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് നമ്പറുകളിലാണ് പ്രൊഡിക്ഷൻ കിട്ടാൻ സാധ്യത എന്നുള്ളത് ഇവർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ വെബ്സൈറ്റിലുള്ള ഈ ആപ്ലിക്കേഷൻ്റെ ഇവരുടെ ടീമിൻ്റെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രൂപത്തിലുള്ള ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടുക. അപ്പോൾ താഴെയായിട്ട് മൈൻ എന്നുള്ള സെക്ഷൻ എടുക്കുക. മൈൻ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിലുള്ള നമ്മുടെ അവൈലബിൾ ബാലൻസുകൾ, അങ്ങനത്തെ ബോണസുകൾ ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കോൺടാക്ട് കസ്റ്റമർ സർവീസ് എന്നുള്ളത് കൊടുക്കുക. ഇനി അതല്ലെങ്കിൽ ഇവിടെ തന്നെ ടൈപ്പ് ചെയ്യാനുള്ള ഒരു ചെറിയൊരു സെക്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്, ഒരു പോപ്പപ്പ് ആയിട്ടുള്ള സർവീസ് എന്ന് പറഞ്ഞിട്ട്. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരെ നമ്മളുടെ വാട്സപ്പ്, നമുക്ക് ഏതാണോ വാട്സപ്പ്, നമ്മുടെ വാട്സപ്പ് സെലക്ട് ചെയ്യുക. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നേരെ അവരുടെ കോൺടാക്ട് നമ്പറിലേക്ക് കിട്ടും. അപ്പോൾ ഈ നമ്പർ
നമ്പറിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, അവർക്ക് ആദ്യത്തിൽ മെസ്സേജ് അയക്കുന്നത് ഹായ് എന്നുള്ള മെസ്സേജ് അയക്കുക. മെസ്സേജ് അയച്ചിട്ട് ജസ്റ്റ് എന്താണ് ഇൻക്ലൂഡ് ചെയ്യേണ്ട കണ്ടന്റ് മീൻസ് നമ്മൾക്ക് ഈ വെൽത്ത് ക്ലബിൻ്റെ ആപ്ലിക്കേഷൻ്റെ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് തരുമോ എന്നുള്ളത് ഒന്ന് ജസ്റ്റ് മെസ്സേജ് ചെയ്താൽ മതി. അവർ ഉടനടി തന്നെ നേരെ നമുക്ക് ലിങ്ക് തരുന്നുണ്ട്. അപ്പോൾ അവർ അയച്ചു തന്നിട്ടുള്ള ലിങ്കിൽ നമ്മൾ നേരെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ആവും. ഈ ജോയിൻ ആയി കഴിഞ്ഞാൽ ഇതിൽ ഓരോ ഡീറ്റെയിൽസുകൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രൊഡിക്ഷൻ്റെ ഓരോ പ്ലാനുകൾ കാര്യങ്ങളൊക്കെ നമ്മളതൊന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവർ ഓരോ പ്രൊഡിക്ഷന് സാധ്യതയുള്ള നമ്പറുകൾ കാണിച്ചു തരും. അത് എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടതെന്നുള്ളത് ഞാൻ കറക്റ്റ് കാണിച്ചു തരാം. ഈ വെബ്സൈറ്റ് ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താലാണ് ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത്. എനിവേ ഈ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഇതിൽ ജോയിൻ ചെയ്തു. നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഇൻ്റർവ്യൂസ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തതിന് ശേഷം നേരെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്നത്. വെബ്സൈറ്റ് ഇൻ്റർവ്യൂസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജിൽ നമുക്ക് ഒരുപാട് സെക്ഷൻസ് ഉണ്ടാവും. ഇതിന് എൻജോയ് എന്നുള്ള സെക്ഷനാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. എൻജോയ് സെക്ഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ ഈ പ്രഡിക്ഷൻ ഉള്ള സെറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ പ്രഡിക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ഇൻ്റർവ്യൂസ് കാണുന്ന നേരം നിങ്ങൾ അത്ഭുതപ്പെടേണ്ട, ഇതെന്താണ് കളർഫുൾ ആയിട്ട് എന്തൊക്കെയുണ്ടല്ലോ, ഗോൾഡ് ഉണ്ട്, ജ്വല്ലറി ഉണ്ട്, സിൽവർ ഉണ്ട്, എങ്ങനെ ഒരുപാട് കണ്ട് ഞാൻ പേടിക്കേണ്ട ആവശ്യമില്ല. സിമ്പിളാണ്, ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ഈ ഒരു ഇൻ്റർവ്യൂസ് കണ്ടു കഴിഞ്ഞാൽ നേരെ നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പ് തന്നെ ഓപ്പൺ ചെയ്യുക. ഈ വാട്സപ്പ് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാട്സപ്പിൽ ഫസ്റ്റ് ഇവർ പ്രഡിക്ഷന് സാധ്യതയുള്ള ഒന്ന് നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. അതായത് ഗോൾഡ് എന്ന് പറഞ്ഞ സെക്ഷന്, ഗോൾഡിലെ സെക്ഷനിൽ പർച്ചേസ് പീരീഡിൻ്റെ ഒരു ടൈമിൻ്റെ ഒരു നമ്പർ എഴുതിയതാണ്. പിന്നെ ബൈ റിസൾട്ട് ഈവൻ എന്ന് പറഞ്ഞ സെക്ഷൻ എടുക്കുക. മൾട്ടിപ്പിൾ 1 ആണ്. റെക്കമെൻഡേഷൻ പർച്ചേസ് എമൗണ്ട് അവർ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു എമൗണ്ട് എന്ന് പറഞ്ഞാൽ 500 രൂപ എന്നുള്ളതാണ്. നമ്മൾ 500 രൂപ ഒന്നും വെച്ചിട്ട് ആദ്യത്തെ സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് നമുക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ 30 രൂപ വെച്ചിട്ടോ അല്ല 50 രൂപ വെച്ചിട്ടോ ഒക്കെ സ്റ്റാർട്ട് ചെയ്താൽ മതി. ഏറ്റവും കുറഞ്ഞ എമൗണ്ടിൽ സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ ആ ഒരു പ്രഡിക്ഷൻ നോക്കി കഴിഞ്ഞു. നമ്മളിവിടെ വന്നിട്ട് ഫസ്റ്റ് അവരുടെ ഗോൾഡ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാണ്, എത്രയാണ് എമൗണ്ട് എന്നുള്ളത് കൊടുക്കാൻ പറ്റും. എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം, 10, 100, 1000, 10,000 എന്നുള്ളത് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഏതാണോ എടുക്കുന്നത് അതിനെ മൾട്ടിപ്പിൾ ആണ് ആക്കുന്നത്. അപ്പോൾ 100 രൂപ നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നത്. ഈ 100 രൂപ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മൾ തൊട്ടടിയിൽ 100 × 5 അപ്പോഴാണ് 500 രൂപയാവുന്നത്. അതാണ്. അപ്പോൾ ഇനി 10 × 50 രൂപയാണ് നമുക്ക് വേണ്ടെങ്കിൽ 10 × 5 കൊടുത്തു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും, 50 രൂപയിലേക്ക് മാറും. ഇനി 10 × 3 കൊടുത്തു കഴിഞ്ഞാൽ 30 രൂപയിലേക്ക് മാറും. അങ്ങനെയാണ് നമ്മൾ ഓരോന്ന് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ സെലക്ട് ചെയ്യുന്നത് പറഞ്ഞാൽ 100 × 5 എന്നുള്ളത് കൊടുക്കുന്നുണ്ട്. ഇനി അഥവാ നമുക്ക് ഇതിലും എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 100 × 50 വേണമെന്നുണ്ടെങ്കിൽ താഴെ തന്നെ നമ്പർ എന്നുള്ളതിൻ്റെ തൊട്ടപ്പുറത്ത് 5 കാണുന്നുണ്ട്. അതിൽ പ്ലസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അവിടെ നമുക്ക് പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, 100 × 50 ആക്കണമെങ്കിൽ അങ്ങനെയുള്ള ഓപ്ഷനും ഇവിടെ അവൈലബിൾ ആണ്. അതിനുശേഷം തൊട്ടടിയിൽ ഐ അഗ്രി കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ കൺഫേം ചെയ്ത് കൊടുക്കുന്നത്. ഇത് കൺഫേം ആയി കഴിഞ്ഞാൽ നേരെ നമ്മളുടെ ഈ ഒരു പ്രഡിക്ഷൻ അവിടെ ഡൺ ആയി എന്നാണ്. ഇത്രയും സിമ്പിളാണ് എന്നർത്ഥം. ഈ ഒരു പ്രഡിക്ഷൻ നമ്മൾ ഡൺ ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ ടൈമിംഗ് ആണ് പിന്നെ റൺ ചെയ്യുന്നത്. ഈ ഒരു ടൈമർ മുകളിൽ റൺ ചെയ്യുന്നുണ്ട്. പിന്നെ 20 സെക്കൻഡ് കഴിഞ്ഞാൽ ഇതിൽ വേറെ പിന്നീട് നമുക്ക് ഒരു പ്രഡിക്ഷൻ ചെയ്യാൻ പറ്റില്ല. അതായത് ഞാൻ പറയുന്നത് ഒരേ സമയത്ത് 3, 4 പ്രഡിക്ഷനൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയനിൽ നിങ്ങൾ ഒരു പ്രഡിക്ഷൻ മാത്രം ചെയ്താൽ മതി ഒരു സമയത്ത്. അപ്പോൾ 2 പ്രഡിക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ 20 സെക്കൻഡ് ബാലൻസ് ഉള്ളതിൻ്റെ മുമ്പേ ആയിട്ട് ചെയ്യണം. അപ്പോൾ 20 സെക്കൻഡ് ആവുന്ന സമയത്താണ് പിന്നെ നമുക്ക് ഡിസ്പ്ലേ ആവാതെ വെക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ടൈമർ ഇപ്പോൾ ഇതാക്കണം അവസാനിച്ചിരിക്കുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് എമൗണ്ട് എത്ര വന്നെന്നുള്ളത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതാണ്. 3,951 ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. ഇപ്പം അത് ഇൻക്രീസ് ആയിട്ട് നമ്മളുടെ ഈ പ്രൊഡക്ഷൻ ഇവിടെ അവസാനിക്കുന്നതോടുകൂടി നമ്മളുടെ എമൗണ്ട് ഇൻക്രീസ് ആയിട്ട് നമുക്ക് 4,921 വന്നു. അതായത് 1000 രൂപ ആഡായി എന്നുള്ളതാണ്. 1000 രൂപ എന്ന് പറഞ്ഞാൽ 500 രൂപക്കാണ് നമ്മൾ ഇത് വർക്ക് ചെയ്തിട്ടുള്ളത്. 500 രൂപ നമ്മൾ വർക്ക് ചെയ്ത സമയത്ത് നമുക്ക് എക്സ്ട്രാ കിട്ടിയിട്ടുള്ള ഏണിങ്സ് ആണ്. അങ്ങനെ 1000 രൂപ വന്നു, 4,921 രൂപ ഇപ്പം നമുക്ക് കിട്ടി. ഇനി നമുക്ക് അടുത്ത പ്ലേയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ നേരെ വാട്സപ്പ് ഗ്രൂപ്പ് തന്നെ ഇനി ഓപ്പൺ ചെയ്യുന്നത്. വാട്സപ്പ് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിൽ ഇനി അടുത്ത് എന്താണോ വരുന്നത്, ഏതാണോ അവർ അയച്ചു തരുന്നത് എന്ന് നോക്കുക. അത് ഒന്നാമത്തെ പ്ലേ കഴിഞ്ഞാൽ അടുത്ത പ്ലേ വന്നപ്പോഴാണ് അടുത്ത് വന്നത് ഗോൾഡ് തന്നെയാണ് വന്നിട്ടുള്ളത്. അതുപോലെ ഈവൻ ആയിരുന്നു നേരത്തെ വന്നിരുന്നത്, ഇപ്പോൾ ഓഡ് വന്നിട്ടുണ്ട്. അതുപോലെ മൾട്ടിപ്പിൾ 1 ആണ് വന്നിട്ടുള്ളത്. 500 രൂപ തന്നെയാണ് അവർ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, അടുത്തത് കൊടുക്കുന്നത്. ഇനി ഞാൻ ഇടയിൽ വേറൊരു കാര്യം പറയാം, നമുക്ക് എപ്പോഴും ഇതിൽ കിട്ടിയെന്ന് വരില്ല. ഞാൻ മുമ്പ് ഞാൻ പറഞ്ഞിരുന്നല്ലോ, എൻ്റെ ടീമിലുള്ള പയ്യനായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നു. അവൻ കളിച്ച സമയത്ത് ഒരു പ്രാവശ്യം നമ്മളുടെ ക്യാഷ് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ക്യാഷ് നഷ്ടപ്പെട്ടു, പക്ഷേ അതിൽ അപ്പുറം നമുക്ക് അടുത്ത പ്ലേയിൽ നമുക്ക് തിരിച്ചെടുക്കാനും പറ്റി എന്നുള്ളതാണ് ഇതിൻ്റെ ബെനിഫിറ്റ്. ഏറ്റവും വലിയൊരു പ്രത്യേകത പറഞ്ഞാൽ ഈ വെബ്സൈറ്റിന് അവരുടെ ടീം തന്നെ സപ്പോർട്ട് ചെയ്യാനുണ്ട് എന്നുള്ളതാണ്. അവരെ നമ്പറിൽ കോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡൗട്ട് തീർത്ത് തരാൻ അവർ അവൈലബിൾ ആണ്. അതുപോലെ വാട്സപ്പിൽ എപ്പോഴും നമുക്ക് ആക്സസിബിൾ ആണ്. അതുപോലെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. എല്ലാം കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പോയിന്റ് എന്നുള്ളത്. നമ്മൾ അടുത്തവും സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് 100 കൊടുക്കുന്നു. അതുപോലെ മൾട്ടിപ്പിൾ ആയിട്ട് 5 കൊടുക്കുന്നു, കൺഫേം കൊടുക്കുന്നു. ഇത് കൺഫേം കൊടുക്കുന്നതോടുകൂടി അതിൻ്റെ
അടുത്ത ഓർഡറായി കഴിഞ്ഞിട്ട് നമുക്ക് ടൈമർ വന്ന് ലാസ്റ്റ് 4,421 ഇപ്പോൾ ബാലൻസ് ഉള്ളത്. ഇത് നമുക്ക് ഇനി എത്രയാവും ഇത് പ്രഡിക്ഷൻ കിട്ടുമെന്ന് 5,391 ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഗെയിം. പെട്ടെന്ന് നമുക്ക് ഏണിങ്സ് കിട്ടും. അതേ സ്ഥാനത്ത് നോക്കിയിട്ട് കളിക്കണം. ഒരുപാട് എമൗണ്ട് കുറച്ച് കിട്ടുന്നത് കാണുമ്പോഴേക്ക് ഒരുപാട് എമൗണ്ട് കൊണ്ടുപോയിട്ട് സ്പെൻഡ് ചെയ്യരുത്. കുറച്ച് ആഡ് ചെയ്ത് നമുക്ക് നല്ല റിസൾട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യം. ഇങ്ങനെ നമുക്ക് പ്ലേ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്നുള്ളതാണ്. ഞാൻ എന്തായാലും ഇപ്പോൾ കൂടുതലായിട്ട് കാണിച്ചു തരുന്നില്ല. ഇങ്ങനെയാണ് നമ്മൾ പ്രഡിക്ഷൻ ചെയ്യേണ്ടത്. ഓരോ പ്രഡിക്ഷനും ചെയ്യേണ്ട രൂപങ്ങളാണ് ഇപ്പോൾ ഞാൻ കാണിച്ചിട്ടുള്ളത്. ഇതുപോലെ ഇങ്ങനെ പ്രഡിക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് റിസൾട്ട് കിട്ടുന്നതാണ്. ഇപ്പോഴാണ് ശരിക്കും ഞാൻ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മളെ ടീമിലെ പയ്യനായിരുന്നു ആദ്യം ചെയ്തിരുന്നത്. ഇപ്പോൾ ഞാൻ ഇവിടെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാൻ ഇത് ജെന്യൂനാണെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ നമുക്ക് കിട്ടിയിരുന്ന റിസൾട്ടുകളാണ് ഇപ്പോൾ ഞാനിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ചിലപ്പോൾ അടുത്ത പ്രാവശ്യം ചെയ്യുന്നവരെ ചിലപ്പോൾ എനിക്ക് കാശ് നഷ്ടപ്പെട്ടേക്കാം, ഉറപ്പ് നമുക്ക് പറയാൻ പറ്റില്ല. ഇതിൻ്റെ പ്രഡിക്ഷൻ അവർ കറക്റ്റ് തരുന്ന ഗൈഡൻസ് അനുസരിച്ച് നമ്മൾ ചെയ്താൽ റിസൾട്ട് കിട്ടുന്നതാണ്. ഇനി ഞാൻ എങ്ങനെയാണ് ഇതിലേക്ക് പൈസ നമ്മൾ ആഡ് ചെയ്യേണ്ടത് എന്നുള്ളത് കാണിച്ചു തരാം. പ്രഡിക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഫസ്റ്റ് ഇതിലേക്ക് എമൗണ്ട് ആഡ് ചെയ്യേണ്ട സിസ്റ്റമാണ് വരുന്നത്. അപ്പോൾ എമൗണ്ട് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുക. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ വിഡ്രോവൽ മെത്തേഡ് എന്നുള്ളത് കൂടെ ഞാൻ കാണിച്ചു തരാം. നമ്മൾ വിഡ്രോവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ നമ്മളുടെ മൈൻ സെക്ഷനിൽ തന്നെ വരുന്നത്. മൈൻ സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ നമ്മളുടെ ബാലൻസുകൾ എത്രയാണുള്ളത്, അതുപോലെ മൈ ബാങ്ക് ഒക്കെ കൊടുക്കും. അവിടെ മൈ ബാങ്ക് പോയിട്ട് നമ്മളെ ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ ആഡ് ചെയ്യുക. എന്നിട്ട് വിഡ്രോവൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിഡ്രോവലിൽ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് എങ്ങനെയാണ് വിഡ്രോവൽ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ ഓപ്ഷനായിട്ട് അവൈലബിൾ വരുന്നത് സെലക്ട് വിഡ്രോവൽ എമൗണ്ട് എന്നുള്ളതാണ്. എമൗണ്ട് നമുക്ക് ഒരു ഫിക്സ്ഡ് ആയിട്ട് 400, 500, 2,500 അങ്ങനെ തുടങ്ങിയിട്ട് ഓരോന്നും നമുക്ക് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ 2,500 വിഡ്രോ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. 2,500 നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് സബ്മിറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം ഇടയിൽ ഞാൻ ഓർമ്മിപ്പിക്കാനുള്ളത്, നമ്മൾ ഈ വിഡ്രോവൽ ചെയ്യുന്ന സമയത്ത് ഇതിന് അവരുടെ ഒരു സർവീസ് ചാർജ് ആയിട്ട് ഒരു എമൗണ്ട് വാങ്ങുന്നുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 75 രൂപ. അതായത് ഇപ്പോൾ ഒരു 1000 രൂപയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു പെർസെൻറ്റേജ് ആണ് അവർ എടുക്കുന്നത്. 1,500 രൂപക്ക് 45 റുപ്പീസ് എന്നൊരു ലെവലിലാണ് അവർ എടുക്കുന്നുണ്ടാവുക. അതുകൊണ്ട് വലിയൊരു പ്രയാസമില്ല, കാരണം നമുക്ക് നല്ലൊരു ഏണിങ്സ് കിട്ടുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. എനിവേ ഇങ്ങനെയാണ് നമ്മൾ വിഡ്രോവൽ ചെയ്യുന്നത്. അവിടെ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ നേരെ അക്കൗണ്ടിൽ ഇതിൻ്റെ വാലറ്റിൽ നിന്ന് മൈനസ് ആവുകയും നമ്മളുടെ അക്കൗണ്ടിൽ അത് ആവുന്നതുമാണ്. ഞാൻ അക്കൗണ്ടിൽ അതിന് വരുന്നുള്ള സ്ക്രീൻഷോട്ട് കൂടെ കാണിച്ചു തരാം. ഇനി നമ്മൾ വിഡ്രോവൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിഡ്രോവൽ ആയോ ഇല്ലേ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ഇതിൻ്റെ മൈൻ സെക്ഷൻ തന്നെ ഓപ്പൺ ചെയ്യുന്നു, മൈ വാലറ്റ് ഓപ്പൺ ചെയ്യുന്നു. മൈ വാലറ്റിൽ വരുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ് വിഡ്രോവൽ റെക്കോർഡ്സ്. ഈ റെക്കോർഡ്സിലേക്ക് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നമ്മളുടെ എമൗണ്ട് 2,500 രൂപ നമ്മളുടെ എന്തായിട്ടുണ്ട്, ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അതുപോലെ 75 രൂപ അവരുടെ ഫീസായിട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് അവിടെ കാണിക്കുന്നതാണ്. ഇതാണ് പിന്നെ നമ്മളുടെ ബാങ്ക് ഡീറ്റെയിൽ ഞാനിപ്പോൾ എൻ്റെ ക്രെഡിറ്റ് ആയിട്ടുള്ള അതിൻ്റെ സ്ക്രീൻഷോട്ട് കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഇങ്ങനെ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. എന്തായാലും ശ്രദ്ധിച്ച് മാത്രം കളിക്കുക. ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്താൽ നിങ്ങൾ റിസൾട്ട് കിട്ടുന്നതാണ്. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം നാളെ തന്നെ നിങ്ങൾ അവിടെ പോയിട്ട് ഒരുപാട് ക്യാഷ് അവിടെ കൊണ്ടുപോയി സ്പെൻഡ് ചെയ്തിട്ട് ലാസ്റ്റ് നഷ്ടമായി എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവരുത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ശ്രദ്ധിച്ചിട്ട് അവർ പറയുന്ന ഗൈഡൻസിനനുസരിച്ച് നിങ്ങൾ ശ്രദ്ധാപൂർവ്വം കളിക്കുക. പിന്നെ ഏറ്റവും നല്ലൊരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 റുപ്പീസിൽ സ്റ്റാർട്ട് ചെയ്യുക. അതിൽ നിന്ന് തന്നെ ഏണിങ്സ് ഉണ്ടാക്കിയിട്ട് ആ ഏണിങ്സ് വെച്ചിട്ട് നിങ്ങൾ കളിക്കുക. അല്ലാതെ എക്സ്ട്രാ എമൗണ്ട്സ് നിങ്ങൾ ഒരുപാട് ഇതിലേക്ക് കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. പിന്നെ നിങ്ങൾ ഇതിൽ എക്സ്പേർട്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലുള്ള എമൗണ്ടുകളൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നല്ല റിട്ടേൺസ് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്നതാണ്. എനിവേ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്